സത്യം പറഞ്ഞ മാളൂന് ഇത്രയും പെട്ടെന്നൊരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല അശ്വതി. നമ്മൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിൽ കൂടുതൽ എന്തായിരിക്കും ഈ ജോബിൻ മാളുവിനോട് പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ എത്ര വട്ടം ശ്രമിച്ചിട്ടും അനുസരിക്കാൻ കൂട്ടാക്കാതിരുന്നവള് എത്ര പെട്ടെന്നാ ആ പയ്യന്റെ അഡ്വൈസ് കാര്യമായിട്ട് എടുത്തത്. അത് ശരിയാ. ആ കാര്യത്തിൽ ടീച്ചറുടെ മോനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഒരു ഡോക്ടർ എന്ന നിലയിൽ ജോബിന് അവളോട് കുറച്ചുകൂടി ആധികാരമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. എന്തായാലും വേണ്ടില്ല, അവളായിട്ട് തന്നെ ഇങ്ങനൊരു മാറ്റത്തിന് മുൻകൈ എടുത്തല്ലോ. അത് തന്നെ വലിയ കാര്യം. കാര്യമൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അല്ല, വീണ്ടും കോളേജിൽ പോകാൻ തുടങ്ങിയ സ്ഥിതിക്ക് അപ്പുവുമായിട്ട് അവളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. മാളു കോളേജിൽ വെച്ച് അപ്പുവിനെ കാണുകയോ മിണ്ടുകയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. അതൊന്നും ഇനി വലിയൊരു പ്രശ്നമാക്കി അവളോട് തല്ലിനും വഴക്കിനും ഒന്നും പോവാൻ നിൽക്കണ്ട. ഇനി നമ്മുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഇപ്പൊ കഴിഞ്ഞതൊക്കെ മറന്ന് അവളായിട്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും ഒത്തും മാറിയില്ലേ? അവൾക്ക് സപ്പോർട്ടായി നമ്മളിപ്പോ അവൾക്കൊപ്പം നിൽക്കുക വേണ്ടത്. അതിനിടയിൽ അപ്പുവിന്റെ കാര്യം പറഞ്ഞ് എന്തിനാ നമ്മളായിട്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കുന്നത്? ഞാനായിട്ട് ഇതൊന്നും അവളോട് പറയാനോ ചോദിക്കാനോ പോകുന്നില്ല. എന്റെ ടെൻഷൻ തന്നോട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. നീ ഇറങ്ങുവാണോ മോളെ? അമ്മ ലഞ്ച് എടുത്തിട്ടുണ്ട്. ഞാനും അമ്മയും നിന്റെ കാര്യം പറയായിരുന്നു. എങ്ങനെ പോകുന്നു നിന്റെ പഠിത്തമൊക്കെ? കുറച്ചു ദിവസം കോളേജിൽ പോകാതിരുന്നോണ്ട് ക്ലാസ് മിസ്സായതിന്റെ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല അച്ഛാ, അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞതെല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്ക്. ഇനി മുതൽ നീ നിന്റെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ നോക്കണം. ഞാനും അതിനു വേണ്ടിയാ ശ്രമിക്കുന്ന അച്ഛാ. നീ വിചാരിച്ച അതെല്ലാം ഈസി ആയിട്ട് നടക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അല്ലേ അശ്വതി? പഠിത്തം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട് അച്ഛാ. പക്ഷേ കോളേജിൽ എന്നെ ഇനിയും ഡിസ്റ്റർബ് ചെയ്യുന്ന ഞാൻ ഭയക്കുന്ന മറ്റു ചില കാര്യങ്ങളാ. അതിന് അച്ഛൻ എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മോളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നീ ധൈര്യമായിട്ട് പറഞ്ഞോ. അത് സോൾവ് ചെയ്യുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്. വേറൊന്നുമല്ല, ആ അരുൺ ഭാസ്കറിന്റെ കാര്യം. അച്ഛനായിട്ടുള്ള അടുപ്പം അയാൾ അനാവശ്യമായിട്ട് മുതലെടുക്കുക. ക്യാമ്പസിലായാലും പുറത്തു വെച്ചായാലും അയാൾ വല്ലാത്തൊരു അധികാരഭാവത്തിലാണ് എന്നോട് പെരുമാറുന്നത്. എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുതെന്നും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുതെന്നും അച്ഛൻ അയാളോടൊന്ന് പറഞ്ഞു വിലക്കണം. അത്രേ ഉള്ളോ? അരുണിന് നിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഇഷ്ടമുണ്ടെന്ന് അയാൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു. വീട്ടുകാരായിട്ട് ആലോചിച്ചുറപ്പിച്ച ആ പ്രപ്പോസലിന്റെ പേരിലാവും അരുൺ മോളോട് ചെറിയ ചില സ്വാതന്ത്ര്യങ്ങൾ എടുക്കുന്നത്. അതൊക്കെ പോട്ടെ, മോൾക്ക് അതൊന്നും ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ അത് അയാളോട് പറയാം. ഞാൻ പറഞ്ഞ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ മയത്തില് പറഞ്ഞാലൊന്നും അയാളത് സീരിയസ് ആയിട്ട് എടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ അയാളെ നേരിട്ട് കണ്ട് സ്ട്രിക്റ്റ് ആയിട്ടൊന്ന് വോൺ ചെയ്യണം. ഇല്ലെങ്കിൽ അയാളുടെ ഭാഗത്തുനിന്ന് അതിരുവിട്ട രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏയ്, അയാൾ അത്ര വലിയ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാണു. പിന്നെ നിന്നോട് അല്പം സ്വാതന്ത്ര്യം എടുക്കുന്നത് അതാ സോഫ്റ്റ് കോർണറും ഉണ്ടാവും. അച്ഛൻ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങള്. അച്ഛന്റെ മുന്നിൽ അയാള് മാന്യനായിട്ടും മര്യാദക്കാരനായിട്ടൊക്കെ അഭിനയിക്കുക. പക്ഷെ എന്നോട് അയാള് വളരെ മോശമായിട്ടാ പെരുമാറുന്നത്. എന്താ മാളു, അരുൺ നിന്നോട് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പെരുമാറിയോ? ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളോട് അയാളെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാതി പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മേ. അയാളോടല്ലാതെ മറ്റാരോടെങ്കിലും ഞാൻ അടുപ്പം കാണിച്ച, അല്ലെങ്കിൽ അയാളെ ഞാൻ അനുസരിക്കാതിരുന്ന എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നൊക്കെയാ അയാളുടെ ഇപ്പോഴത്തെ ഭീഷണി. നീ അരുൺ ഭാസ്കറിന്റെ കാര്യം തന്നെയാണോ ഈ പറയുന്നത്? അയാൾ അങ്ങനെയൊക്കെ പെരുമാറുമോ? ഏയ്, കേട്ടിട്ട് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് അച്ഛന് വിശ്വാസമായില്ലെങ്കിൽ ഡോക്ടർ ജോബിനോട് ചോദിച്ചാൽ മതിയാവും. ഞാനും ഡോക്ടറും കൂടി അന്ന് പുറത്തു പോയില്ലേ? എന്നെ ഡോക്ടറോടൊപ്പം കണ്ടത് അയാൾക്ക് സഹിച്ചില്ല. ഡോക്ടറുടെ മുന്നിൽ വെച്ച് തന്നെയാ അയാൾ എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്.
ആ പയ്യൻ നമ്മൾ വിചാരിച്ച പോലത്ര മാന്യനൊന്നും അല്ലല്ലോ. ഇമ്മാതിരി വിരട്ടും ഭീഷണിയൊന്നും നമ്മുടെ കൊച്ചിനോട് വേണ്ടെന്ന് മുരളിയേട്ടൻ കാര്യമായി അയാളെ പറഞ്ഞു വിലക്കണം.